ബി.ജെ.പി. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രകടനവും പന്തം കൊളുത്തി റോട്ടിലേക്ക് ഇറങ്ങലും ഒക്കെയുള്ള പരിപാടികളായി മാറുകയും അതിൽ നിന്ന് വെള്ളം കലക്കിയ ശേഷം എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇത് കലങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പെസഹ വേഴയായിട്ട് ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഇറങ്ങണ്ട, നമ്മുടെ ഫോക്കസ് മാറണ്ട, പ്രചരണത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക. അവിടെ എവിടെയും ബി.ജെ.പി. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രകടനവും പന്തം കൊളുത്തി റോട്ടിലേക്ക് ഇറങ്ങലും ഒക്കെയുള്ള പരിപാടികളായി മാറുകയും അതിൽ നിന്ന് വെള്ളം കലക്കിയ ശേഷം എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇത് കലങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പെസഹ വേഴയായിട്ട് ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഇറങ്ങണ്ട, നമ്മുടെ ഫോക്കസ് മാറണ്ട, പ്രചരണത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക. അവിടെ എവിടെയും നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ആ ഒരു ചിത്രമുണ്ടല്ലോ, കയ്യും ഇങ്ങനെ പുറകിലേക്ക് കെട്ടിയിട്ട് പിഷാരടി ഒരു നിപ്പങ്ങ് നിന്നിട്ടുണ്ട്. ആ നിപ്പ് നിന്ന് എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ UDF-ന്റെ പ്രവർത്തകരോട് അയാൾ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വെള്ളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മളായിട്ട് കലക്കി കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായി രാഷ്ട്രീയ പക്വതയോടുകൂടി അയാൾ ഈ കാര്യത്തെ നേരിട്ടു എന്നുള്ളതാ. അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി എന്നുള്ളതാണ് ചർച്ച. ആ കൈകെട്ടി ഇങ്ങനെ നിന്ന നിപ്പ്, ആ ഒരു നിപ്പ് കൊണ്ട് പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ UDF-ന്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുടെ മൈലേജ് ഒന്നുകൂടി വർദ്ധിച്ചു. ഈ തടയാൻ വന്ന ആളുകൾ കരുതിയത് ഇത് തടഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാകും, പിഷാരടി പ്രതികരിച്ചില്ലെങ്കിലും അയാളുടെ കൂടെയുള്ളവർ പ്രതികരിക്കും, അതിലൂടെ ഒരു സ്ത്രീ വിരുദ്ധത നമുക്ക് അടിച്ചങ്ങ് ഉണ്ടാക്കാം എന്നവർ കരുതി. അത് പക്ഷേ നടന്നില്ല. അത് കഴിഞ്ഞ് ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകും എന്ന് കരുതി, അതും ഉണ്ടായില്ല. ഇപ്പം എന്താ ഉണ്ടായേ? ഇവർ തടഞ്ഞു പിഷാരടിയെ. പാലക്കാട്ടെ ജനം ഒന്നുകൂടി അവർ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അവർ കാര്യങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയ ആളുകളാണ്. പക്ഷേ ചിലത് നമുക്ക് ചില കൂടുതൽ ഒരു ശക്തി തരുമല്ലോ, അല്ലെങ്കിൽ ചില ഉറപ്പുകൾ, മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായി അങ്ങനെയുള്ള ചില ഉറപ്പുകൾ നമുക്ക് ഇനി ഒരു വിധത്തിലും ഒരു സംശയത്തിനും ഇടമില്ലാത്ത രീതിയിൽ ചില ഉറപ്പുകൾ നൽകുമല്ലോ. അത്തരത്തിലായി ഈ പറയുന്ന തടയൽ പരിപാടി എന്നുള്ളതാണ്. അതല്ലെങ്കിലും ആ തടയൽ കുറച്ച് കണ്ണിങ്ങായിട്ട് ആലോചിച്ചിട്ടാണ് അവർ ചെയ്തത്. അവരെ തടയാൻ വന്ന ആളുകൾ, അല്ലെങ്കിൽ തടയാൻ ആളുകളെ പറഞ്ഞു വിട്ടവർ, ഇവരൊന്നും തടയലും തടഞ്ഞു കഴിഞ്ഞിട്ട് പിഷാരടി തിരിച്ചു പോകുന്നതും ഒന്നുമല്ല. അത് ആ സീനേ അവരുടെ ലക്ഷ്യമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന റിയാക്ഷനുകളായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ പിഷാരടി വളരെ കൃത്യമായി പക്വതയോടുകൂടി ആ റിയാക്ഷനുകളെല്ലാം അങ്ങോട്ട് ഒഴിവാക്കി. അയാളുടെ പ്രവർത്തനം എന്താണോ ആ മേഖലയിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ള കാര്യമാണ്. അല്ലേ? എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഡീലുണ്ടാക്കിയവരാണ് ഇങ്ങനെ തടയൽ നാടകമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പം ഇന്നലെ പിണറായി വിജയൻ പറയാണ്, UDF-ന്റെ സ്ഥാനാർത്ഥിയെ തടഞ്ഞു, ഇത് ജനാധിപത്യ മര്യാദയല്ല എന്നൊക്കെ ആര് പറയുന്നു? ആരാ പറയുന്നേ? പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ തൃക്കരിപ്പൂരിലെ പിണറായി വിജയൻ്റെ സന്തത സഹചാരി, മുന്തിയ അടിമ VPP മുസ്തഫ മത്സരിക്കുന്നുണ്ട്. ആർക്കെതിരെ? സന്ദീപ് വാര്യർക്കെതിരെ. ആ സന്ദീപ് വാര്യരുടെ അവിടെ ഇപ്പം 2-3 തവണയായി അന്തംകമ്മി അടിമകൾ തടയുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ എന്ന് പറയുന്ന UDF-ന്റെ സ്വതന്ത്ര പിന്തുണയുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ബാനറും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇതൊക്കെ ചെയ്യുന്ന പിണറായി വിജയൻ എന്താ പറയുന്നത്? അത് ശരിയായില്ല, അത് നാടകമാണ്. എന്താ നാടകം? ഇങ്ങനെ തടയണമെന്നും സ്ട്രാറ്റജിയും എലക്ഷൻ സ്ട്രാറ്റജിയും ഒക്കെ പറഞ്ഞു കൊടുത്തത് പിണറായി വിജയനാണ്. എന്നിട്ട് പിണറായി വിജയൻ പറയാം, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയും, അത് ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ പറയും. ഈ കലക്കലുണ്ടല്ല, കലക്കി മീൻ പിടിക്കുന്ന പരിപാടി, അതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറഞ്ഞു വരുന്നത്, പാലക്കാട്ട് പിഷാരടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ശരി, പിഷാരടി എറണാകുളത്തായിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം പിഷാരടി പാലക്കാട്ട് എത്തുന്നത് വരെ അന്തരീക്ഷത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു.
ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ, ആ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പിഷാരടി പാലക്കാട്ട് എത്തണം, പ്രചരണം തുടങ്ങണം, അതൊരു 3-4 ദിവസം പിന്നിടണം, ഒക്കെ വേണ്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട്ടേക്ക് ഇത്രയും അധികം ചോദ്യങ്ങൾ പാലക്കാട്ടിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഘട്ടത്തിലാണ് പിഷാരടി പാലക്കാട്ട് വന്നിറങ്ങുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ഈ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ട് വളരെ കൃത്യമായിട്ട് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറുപടി പറയുന്ന പിഷാരടിയെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ പാലക്കാട് കണ്ട് സ്വപ്നം കണ്ട് പല ഡീലുകളും ഉണ്ടാക്കി പാലക്കാട്ടേക്ക് വണ്ടി കയറി വന്ന ആളുകൾ, അല്ലേ? ചില ആളുകൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വണ്ടി കയറി വന്നതല്ലേ, അവരൊക്കെ കണക്കുകൂട്ടലുകൾ അങ്ങോട്ട് തെറ്റി. അങ്ങനെ കണക്കുകൂട്ടലുകൾക്ക് തെറ്റിയപ്പോഴാണ് ഈ തടയൽ നാടകമുണ്ടായത്. അതിൽ നിന്നൊരു ആയുധം കിട്ടുമെന്നാണ് അവർ കരുതിയത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടേത് കേരളമാണ്, പോരാത്ത രാജ്യം ഇന്ത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, ആർക്കും എവിടെയും എങ്ങനെയും സഞ്ചരിക്കാം, വോട്ട് ചോദിക്കാം, പൊതുയിടങ്ങളാണ്, മറ്റൊരാളുടെ വീട്ടിൽ കയറാൻ സമ്മതം വേണം, ശരി തന്നെ. ഇതിപ്പോൾ പൊതുവഴിയിലൂടെ പിഷാരടി വിടുമ്പോൾ തടഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളോടൊപ്പമുള്ള ആളുകൾ പ്രകോപിതരാകും, അവർ റിയാക്ട് ചെയ്യും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റിയാക്ഷനിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തടയാൻ വന്നത്. അതാണ് ഈ തടയാൻ ഈ ചാണക സംഘികൾ സ്ത്രീകളെ സെലക്ട് ചെയ്ത് പറഞ്ഞു വിട്ടത്. മനസ്സിലായില്ലേ? പാലക്കാട്ട് BJPയുടെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ ബയോളജിക്കലി പുരുഷന്മാരെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ആരും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അല്ലല്ലോ. സ്ത്രീകളെ പറഞ്ഞു വിട്ടത് അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു സ്ത്രീ വിരുദ്ധതയുടെ, സ്ത്രീയെ അധിക്ഷേപിച്ചതിൻ്റെ അല്ലെങ്കിൽ സ്ത്രീയെ ആക്രമിച്ചതിൻ്റെ ഒക്കെ ഒരു ആയുധം കിട്ടുമെന്ന് കരുതിയിട്ടാണ് സ്ത്രീകളെ പറഞ്ഞു വിട്ടത്. പക്ഷെ വളരെ കൃത്യമായിട്ട് പിഷാരടി അതിനെ നേരിട്ടു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പാലക്കാട്ട് പിഷാരടി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് അവിടെ ഭൂരിപക്ഷം എത്രത്തോളം കിട്ടുമെന്നുള്ളതാണ്. 2024 രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വർദ്ധിക്കുമോ, അതോ അതിന് മുൻപ് ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷമേ ലഭിക്കുകയുള്ളൂ? ഇപ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച വോട്ടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിലേക്കോ അതിനെ മറികടക്കുന്നതിലേക്കോ പിഷാരടി എത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. വിജയം പിഷാരടി സുനിശ്ചിതമായിട്ടും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യവുമാണ്. ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, എതിരാളികൾക്കും മനസ്സിലായിട്ടുണ്ട്. അവരും ആ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുമുണ്ട്. എന്നാലും പോകുന്ന പോക്കിന് ഒരു ഉന്ത് ഒരു തട്ട് എന്ന് പറഞ്ഞതുപോലെ ട്രെയിന് വരുമ്പോൾ നമ്മളെ മറ്റേ വർമ്മ സാറ് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, കൈമുട്ടുകൊണ്ടൊരു തള്ള് ഒരു ഉന്ത് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന പോകുന്ന പോക്കിന് ഒന്ന് കലക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് CJPക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പല കളികൾ, നാറിയ കളികൾ കളിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് പാലക്കാട്ട് മാത്രമല്ല, കേരളത്തിലുടനീളം പല നാറിയ കളികളും കളിക്കുന്നുണ്ട്. പക്ഷേ ഈ കളികൾ കൊണ്ടൊക്കെ എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ UDF കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമോ ഒരു തർക്കമോ നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ്. പിന്നെ പാലക്കാട്ടേക്ക്, പ്രത്യേകിച്ച് പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായി എത്തിയ പിഷാരടി, പലരും പിഷാരടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്, അല്ലേ? അയാളുടെ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, അയാളുടെ രാഷ്ട്രീയ അനുഭവത്തെക്കുറിച്ചൊക്കെ പലരും ഒരു അണ്ടർ എസ്റ്റിമേഷൻ നടത്തിയതാണ്. അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ പിഷാരടി. അതിനു മുമ്പേ വളരെ കൃത്യമായി പൊളിറ്റിക്സ്, രാഷ്ട്രീയം പറയുന്ന വ്യക്തിയാണ്. പക്ഷേ പാലക്കാട്ടേക്ക് എത്തിയ പിഷാരടിയെ പിന്നെ നമ്മൾ കാണുന്നത് വളരെ കൃത്യമായിട്ട് അതുവരെ ഉണ്ടായതിലും മെച്ചപ്പെട്ട രീതിയിൽ വളരെ കൃത്യമായിട്ട് നിലപാടുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പിഷാരടിയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പിഷാരടി വരുന്നതിന് മുമ്പ് വരെ, പാലക്കാട്ട് എത്തുന്നതിന് മുമ്പ് വരെ
ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ടായതാ. പക്ഷേ പാലക്കാട്ട് പിഷാരടി വന്നു ഒന്ന് രണ്ട് ദിവസം പ്രചരണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമായി എന്ന് മാത്രമല്ല, പിന്നെ ഒരു ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുമില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പാലക്കാട്ടേക്ക് നമ്മൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതിലും കൂടുതൽ ശക്തിയുള്ള, ആർജവമുള്ള, അതിനപ്പുറം കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുള്ള, അതിനേക്കാളൊക്കെ ഉപരി രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത് ആവോളമുള്ള ഒരു വ്യക്തിയാണ് പാലക്കാട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, പാലക്കാട് പിഷാരടി അങ്ങ് തൂക്കി. പിന്നെ ഈ പറയുന്ന CJPക്കാരുടെ സഹായങ്ങൾ കൂടിയാകുമ്പോൾ അയാളുടെ മൈലേജും അയാളുടെ എനർജിയും ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അതാണിപ്പോൾ ഈ തടയൽ നാടകത്തിലൂടെ പിഷാരടിക്ക് ലഭിച്ചത്. പിഷാരടിക്ക് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അയാൾക്ക് കോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് തടയൽ നാടകം വഴി അയാളുടെ മൈലേജ് ഒന്നുകൂടി വർദ്ധിച്ചു, അയാളുടെ എനർജി ഒന്നുകൂടി വർദ്ധിച്ചു, അത് ഇരട്ടിയായി എന്നുള്ളത് നമുക്കിപ്പോൾ പാലക്കാട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പാലക്കാട് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവരൊരു മുന്നണിയൊക്കെ ആണെങ്കിലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് സംഘ് പരിവാറാണ്. സംഘ് പരിവാറിനെ വിജയിക്കാൻ വേണ്ടി സഖാക്കൾ കൂടി പണിയെടുക്കുന്ന ഇടമാണ് അവിടെ ആ സംഘ് പരിവാറിനെ അടിച്ച് മൂലക്കിരുത്തുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് പിഷാരടിയുടെ വിജയത്തിൻ്റെ മാറ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്.